സന്തോഷിനെ ഒഴിവാക്കിയ വിജയലക്ഷ്മിയുടെ ന്യായം കേട്ടോ. ശരിയാണോ? ശരിയാണെന്ന് പറഞ്ഞവരാണത്രേ എല്ലാവരും. ഒരാൾ പോലും അതിനെതിരെ സംസാരിച്ചിട്ടില്ല. ആർഭാടമായി എല്ലാവരും അറിഞ്ഞു കഴിച്ചൊരു വിവാഹനിശ്ചയം കഴിഞ്ഞ് കല്യാണം മുടങ്ങുക. അതിൽ നാണക്കേടുണ്ടോ? ആരെല്ലാം വിളിച്ചു എന്ന ചോദ്യത്തിനാണ്. ഒരു നാണക്കേടുമില്ല. ജീവിതം എന്റേതല്ലേ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് തന്റേടമുള്ള തീരുമാനമെടുത്തതെന്നും വിളിച്ചവരിൽ ഭാഗ്യലക്ഷ്മിയും പത്മപ്രിയയും ജയചന്ദ്രനും ശരത് കുമാറും എന്നുവേണ്ട എല്ലാവരുമുണ്ടായിരുന്നു. ജീവിതത്തിൽ എന്റെ കൂടെയുള്ളത് സംഗീതമാണ്. ജീവിതത്തിന്റെ പാതിയിൽ കൂട്ടുകൂടാൻ വന്നവൻ അതുപേക്ഷിക്കാൻ പറഞ്ഞാൽ ഏറ്റവും നല്ലത് അത് പറഞ്ഞവനെ ഉപേക്ഷിക്കുന്നതല്ലേ. മരണം വരെ എന്റെ കൂടെയുണ്ടാവുക ദൈവം തന്ന സിദ്ധിയാണ്. അതാണവൻ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്. ഞാനെടുത്ത തീരുമാനം അവനെയങ്ങ് ഉപേക്ഷിക്കുക എന്നതാണ്. അതിനാണ് എന്നെ സമൂഹം പിന്തുണച്ചത്. എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാം നടത്തി. പിന്നെ ഒന്നും അറിയാത്തവനെപ്പോലെ എല്ലാം നിർത്താൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത് സങ്കടമാണോ ദേഷ്യമാണോ എന്നറിയില്ല. ഒത്തിരി കരഞ്ഞു. അതുകൊണ്ട് എല്ലാ ആണിനോടും വെറുപ്പില്ലെന്നും ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയല്ലെന്നും നല്ല ആലോചന, സംഗീതത്തെ അറിയുന്ന ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടു വന്നാൽ വിവാഹം പ്രതീക്ഷിക്കാമെന്നും വൈക്കം വിജയലക്ഷ്മി പറയുന്നു. വരും അങ്ങയുടെ സ്വരമാധുര്യം ആസ്വദിക്കാൻ. ആ ആലാപനത്തിൽ മുഴുകി നിങ്ങളെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെ വരും. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.